വി.ഡി. സവർക്കർ ചോദ്യത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ. നടപടി അപലപനീയമാണ്. വിഷയം നാളെ പാർലമെന്റിൽ ഉന്നയിക്കും. കേരളത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾ വന്ദേമാതരത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്ന നടപടി രാഷ്ട്രത്തോടുള്ള വെല്ലുവിളിയാണ്. വന്ദേമാതരം പൂർണ്ണമായി ആലോപിക്കുന്നതിനെ എതിർക്കുന്ന കെ മുരളീധരനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കണമെന്നും സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. എസ് ശ്രീകാന്തിന്റെ റിപ്പോർട്ട്. കേരളത്തിൽ ഇന്നിപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്ന് സവർക്കറുമായി ബന്ധപ്പെട്ട വി.ഡി. സവർക്കറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടൊരു അധ്യാപകൻ സസ്പെൻഷനിൽ ആയിരിക്കുന്നു. ഈ അധ്യാപകൻ ചെയ്ത തെറ്റ് വി.ഡി. സവർക്കറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ ആ ഒരു ചോദ്യപേപ്പർ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അദ്ദേഹം സസ്പെൻഷനിലാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ രാജ്യസഭാ അംഗം സി സദാനന്ദൻ മാസ്റ്റർ ജനം ടി.വിക്കൊപ്പം ചേരുകയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം. അത് കുറേ അധികം കാലമായി കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറേ അധികം കാലം, ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയാണ്. അതും വെറുതെ അങ്ങ് സസ്പെൻഡ് ചെയ്യുകയല്ല, മന്ത്രി പറഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്യുന്നു. ആ മന്ത്രി വരുന്നത് മുസ്ലിം ലീഗിൽ നിന്നുമാണ്. ഇതിൽ കേരളത്തിൽ വലിയ വിസ്മയങ്ങൾ നടക്കുന്നു എന്നാണല്ലോ വ്യാഖ്യാനം. അത്തരത്തിലുള്ളൊരു വിസ്മയമായിട്ട് ഇതിനെ കാണേണ്ടത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ വി.ഡി. സവർക്കർ എന്ന് പറയുന്ന ചരിത്ര പുരുഷൻ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ എത്രമാത്രം ആവേശഭരിതമാക്കി മാറ്റി എന്നുള്ളത് ചരിത്രരേഖയുടെ സാക്ഷ്യപത്രത്തിലൂടെ നമുക്ക് പറയാൻ സാധിക്കും. വി.ഡി. സവർക്കർ പുതുതലമുറയ്ക്ക് അപരിചിതനാകേണ്ട ഒരാളല്ല. വി.ഡി. സവർക്കർ ആരാണ്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് കുട്ടികൾ അറിയേണ്ടതുണ്ട്. കുട്ടികളെ ആരാണ് അറിയിക്കേണ്ടത്? അവരുടെ അധ്യാപകരാണ്. ആ നിലയ്ക്ക് തന്നെയാണ് ഒരു അധ്യാപകൻ്റെ ധർമ്മമാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഗുരുപ്രസാദ് എന്ന അധ്യാപകൻ ചെയ്തത്. സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് എന്ന് പറയുന്നത്, ഞാനും അതിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളാണ്. സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധതയും രാഷ്ട്രബോധവും സ്വരാജ്യ സ്നേഹവും വളർത്താനുള്ള പരിപാടികൾ നടത്തുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്വിസ് പരിപാടി സംഘടിപ്പിച്ചത്. ആ ക്വിസ് പരിപാടിയിലെ ഒരു ചോദ്യം ഒരു സാധാരണ ചോദ്യവുമല്ല, ടൈ ബ്രേക്കറാണ്. ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടികൾ ഒരേ മാർക്കിൽ എത്തുമ്പോൾ അത് ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് സവർക്കറെ കുറിച്ചുള്ള ചോദ്യം പ്രധാന ചോദ്യമായി വരേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ചോദ്യം ആരുടെയൊക്കെയോ സ്വൈര്യം കെടുത്തുന്നതാണ്, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ താല്പര്യത്തിനെതിരാണ് എന്ന ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടാണ് ഇത് തെറ്റ് എന്ന് വിധി കൽപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ആ സസ്പെൻഷൻ ഉത്തരവ് ഞാൻ വായിച്ചു. അത് അങ്ങേയറ്റം കൗതുകകരമാണ്. അതിൽ പറയുന്നത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. DGE ആണ്, നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അതിൽ നേരിട്ട് മന്ത്രി ഇടപെട്ടു എന്നാണ്. അവിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷി, ആ മുസ്ലിം ലീഗിനെ നയിക്കുന്ന ചില ഭീകരവാദ വിധ്വംസക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അവരുടെയൊക്കെ പങ്ക് സംശയിക്കേണ്ടി വരുന്നത്. മറ്റൊരു കാര്യം, ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്ന ഉത്തരവിൽ പറയുന്ന മറ്റൊന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ചോദ്യമുണ്ടാക്കിയെന്നാണ്. തെറ്റിദ്ധരിപ്പിക്കാനല്ല അദ്ദേഹം പരിശ്രമിച്ചത്, ശരിയായ ധാരണ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സവർക്കറെക്കുറിച്ചുള്ള ധാരണ നൽകുക എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് വ്യാഖ്യാനിച്ച് ആ അധ്യാപകന് നേരെ കുറ്റം ചുമത്തി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു തമാശ, ഈ ചോദ്യം നിർമ്മിച്ചത് അധ്യാപകനാണെങ്കിലും ആ ചോദ്യം അംഗീകരിക്കുകയും അത് ചോദ്യക്കടലാസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് അവിടുത്തെ സബ് ജില്ലയിലെ AEO ആണ്, അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം കുറ്റക്കാരനാണ്. കാരണം ഈ അധ്യാപകൻ നിർമ്മിച്ച ചോദ്യം തെറ്റായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് കണ്ടുപിടിക്കണമായിരുന്നു, അദ്ദേഹം അപ്പോൾ തന്നെ അത് ഒഴിവാക്കണമായിരുന്നു. പക്ഷെ അദ്ദേഹവും അംഗീകരിച്ചുകൊണ്ടാണ് ചോദ്യപേപ്പറിൽ ഈ ചോദ്യം വന്നത്. പക്ഷെ നടപടി വന്നിരിക്കുന്നത് ചോദ്യം തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട അധ്യാപകൻ്റെ. ഇപ്പോൾ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. വന്ദേമാതരത്തെ അപമാനിക്കാൻ വേണ്ടി ഒരു നീക്കം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടത്. ഇന്ത്യൻ പാർലമെന്റ് നിയമപ്രകാരം വന്ദേമാതരത്തെ ആക്ഷേപിക്കുന്നത്, അപമാനിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന രീതിയിൽ ഒരു നിയമം കൂടി കൊണ്ടുവരുന്നു, ഒരു ബില്ല് കൂടി കൊണ്ടുവരികയും അത് പാസ്സാക്കുകയും ചെയ്തു ഇരു സഭകളും. അതിനുശേഷമാണ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി കെ മുരളീധരനും ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനും അടക്കം ഇങ്ങനെ തുടർച്ചയായി ആക്ഷേപിക്കുന്നത്. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന വ്യക്തി പാർലമെന്റ് അംഗം കൂടിയാണ്, അദ്ദേഹം കൂടി ഉൾപ്പെട്ട പാർലമെന്റാണ് ഇത് പാസ്സാക്കുകയും ചെയ്തത്. എന്താണ് ആ വിഷയത്തിലുള്ള
ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഈ മന്ത്രിമാരായും എം പിമാരായും കേരളത്തിൽ വിലസി നടക്കുന്ന ഈ കൂട്ടരൊക്കെ ഏത് രീതിയിലേക്ക് എങ്ങോട്ടാണ് നമ്മുടെ നാടിനെ നയിക്കുന്നത് എന്ന് സാമാന്യ ജനങ്ങൾ ചിന്തിക്കുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇവരെ വിളിച്ചിരുത്തി ഇതെല്ലാം പഠിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു മന്ത്രിയാവുക എം പി ആവുക എന്നൊക്കെ പറയുന്നത് സ്വന്തം മിടുക്കുകൊണ്ട് നേടിയെടുത്ത എന്തോ ഒരു വലിയ കാര്യമാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ അതല്ല, ഈ നാടിൻ്റെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് അത് തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഈ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് സത്യം ചെയ്തുകൊണ്ട് സ്ഥാനം ഏറ്റെടുത്തവരാണ്. ഭരണഘടനയെക്കുറിച്ച് അംബേദ്കർജി എന്താണ് പറഞ്ഞത്? അംബേദ്കർജി പറയുന്നത് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അത് ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറണം. ജനാധിപത്യ സംവിധാനങ്ങളിലൊക്കെ ആ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം വേണം. അങ്ങനെ നോക്കുമ്പോൾ വന്ദേ മാതരത്തിനെതിരെ ഇവർ നടത്തുന്ന ഈ ഒരു നീക്കം ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങി ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ സംസ്കൃതിയെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ പരിശ്രമിക്കുന്ന വൈദേശിക മനസ്സുള്ള ചില ആളുകളുടെ ചിന്തകൾക്ക് വിധേയമായിക്കൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുകയാണ്. അങ്ങേയറ്റം അപലപനീയമാണത്. അത് സാമാന്യ ജനസമൂഹം ആ നിലക്ക് തന്നെ കാണണമെന്നാണ് പറയാൻ സാധിക്കുക. തീർച്ചയായും നിലവിലിപ്പോൾ വി ഡി സവർക്കറുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി മുന്നിലുള്ളത്. അത് നാളെ രാജ്യസഭയിൽ ഉന്നയിക്കും എന്നാണ് സി സദാനന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.